ഹലോ. ഇനി ഇൻസ്റ്റാഗ്രാമത്തിൽ ഞാൻ കൂടെ മാത്രമേ കാണുള്ളൂ ഈ പീലറിൻ്റെ ഒരു റിവ്യൂ ഇടാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചൈന വെളുത്തുള്ളിയാണെന്ന് പരീക്ഷിച്ച് നോക്കിയത്. മുഴുവനെ ഇട്ടാൽ അത് പൊളിഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അല്ലിയായിട്ട് അടർത്തി ഇട്ട് കഴിഞ്ഞാൽ ചൈന വെളുത്തുള്ളി വേഗം പൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കിയത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണെങ്കിലും കുറച്ചും കൂടെ വെളുത്തുള്ളിയേക്കാളും ടൈം എടുക്കുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് അത് തൊലി പൊളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ രണ്ടറ്റവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇഞ്ചിയും കൂടെ പരീക്ഷിച്ച് നോക്കി. ഇഞ്ചി ഞാൻ വലിയ കഷ്ണമായിട്ട് നമ്മുടെ ചൈന ഇഞ്ചിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ വലിയ കഷ്ണമായിട്ട് ഇടുമ്പോൾ അതിൽ സ്റ്റക്കായിട്ട് നിന്നതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് വരുന്നുണ്ട്. നാട്ടിലെ ചെറിയ വെളുത്തുള്ളി കൂടെ ഞാൻ പൊളിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് തൊലി കളഞ്ഞ് വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ടയായിട്ട് അങ്ങനെ ഇട്ടാൽ പൊളിഞ്ഞ് വരാൻ കുറേ സമയമെടുക്കും. പക്ഷേ നമ്മൾ അല്ലിയായിട്ട് അടർത്തിയിട്ടാൽ നമുക്ക് വേഗം തൊലി പൊളിഞ്ഞ് കിട്ടും. തൊലി പിന്നെ ഒന്ന് നമ്മൾ പറക്കി കളഞ്ഞാൽ മാത്രം മതി. കുറച്ചധികം ഇങ്ങനെ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എളുപ്പം ഉപയോഗിക്കാം.